ഭരണകൂടം ചികിത്സയെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഏത് ചികിത്സയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയെടുത്താൽ സ്വയം ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന പ്രകൃതി ചികിത്സയെയാണോ സർക്കാർ സ്പോൺസർ ചെയ്യുന്നത്? അതോ ജനങ്ങളുടെ രോഗം കൊണ്ട് കാശുണ്ടാക്കാനിരിക്കുന്ന ചികിത്സകളെയാണോ? ആ ചികിത്സകളിൽ ഏറ്റവും കൂടുതൽ രോഗത്തിൻ്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ കഴിയുന്ന ചികിത്സയെയാണോ സർക്കാർ ഏറ്റവും നന്നായിട്ട് സ്പോൺസർ ചെയ്യുന്നത്? സർക്കാരിന് ഖജനാവിലെ പണം ഏറ്റവും കൂടുതൽ എടുത്തു കൊടുക്കാൻ സാധിക്കുന്ന ചികിത്സയെ മാത്രമേ സർക്കാരുകൾ പിന്തുണയ്ക്കുകയുള്ളൂ. ഖജനാവിലെ പണം ഏറ്റവും കൂടുതൽ എടുത്ത് ചെലവഴിക്കാൻ കഴിയുന്ന വൻകിട പദ്ധതികളെ സർക്കാരിന് താല്പര്യമുള്ളൂ. നോക്കിക്കോ, നിങ്ങൾ ഏത് കാര്യത്തിലായാലും നോക്കിക്കോളൂ. ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിലും അപവാദം വല്ലതൊക്കെ ഉണ്ടാവാം, സർക്കാരുകൾ താല്പര്യം എടുക്കില്ല. വലിയ ഫണ്ട്, വലിയ പദ്ധതി, വലിയ ചെലവ്. കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് മരുന്ന് കമ്പനികളുടെ കമ്മീഷൻ എത്ര കിട്ടുന്നുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഡോക്ടർമാർ തുടങ്ങി, വേണ്ട, ആശുപത്രിയിലെ തൂപ്പുകാരിൽ നിന്ന് തുടങ്ങി പൊസിഷൻ അനുസരിച്ചുള്ള കൈക്കൂലികൾ വന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയിലേക്കും കേന്ദ്ര ആരോഗ്യമന്ത്രിയിലേക്കും അവരുടെ എല്ലാം പാർട്ടികളിലേക്കും നിറഞ്ഞൊഴുകുന്ന പണം. ഇപ്പം നമ്മുടെ നാട്ടിലെ ചില പാർട്ടിക്കാർ തന്നെ ആശുപത്രി പാർട്ടികളായി കഴിഞ്ഞു. ചില പാർട്ടിക്കാര് ആശുപത്രി പാർട്ടികളാണ്, ആശുപത്രി നടത്തിയാണ് പാർട്ടികൾ. അതിഭീമമായ ലാഭം, രോഗത്തെ കൊണ്ട് ലാഭമുണ്ടാക്കാനുള്ള കമ്പോള വ്യവസ്ഥിതിയുടെ കെണിയിൽ അവർ പെട്ടിരിക്കുകയാണ്. അവരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ രോഗം തനിയെ മാറുന്നതാണ്, ശരീരത്തിനത് മാറ്റാൻ അറിയാമെന്ന് പറഞ്ഞാൽ ശരീരം ഇപ്പം അങ്ങനെ മാറ്റണ്ട, ഞങ്ങളുടെ ചികിത്സ കൊണ്ട് മാറിയാൽ മതി. നിങ്ങൾക്കറിയാമോ, ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരുടെ മരുന്നുകൾ അവർ വിൽക്കാൻ ആശുപത്രികളിലേക്ക്, കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രികളിലേക്ക് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന മരുന്ന് കമ്പനിയുടെ ഏജന്റുമാർ, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകൾ ചെന്നിട്ട് കെട്ടുകണക്കിന് ബേബി ഓയിൽ കുപ്പികൾ, ബേബി ഷാംപൂ, ബേബി സോപ്പ്, ബേബി മസാജ് ഓയില്, സിസ്റ്റർമാരെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെടുത്തോ. ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിക്കും ഞങ്ങളുടെ ജോൺസന്റെ ഈ ഉൽപ്പന്നങ്ങളുടെ ഈ കിറ്റ് നിങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കണം. ആശുപത്രിക്ക് അന്തസ്സല്ലേ? നമ്മുടെ നാട്ടിലെ വിഡ്ഢികളായ അലോപ്പതി ഡോക്ടർമാരാണ്, അല്ലെങ്കിൽ ചതിയന്മാരായ അലോപ്പതി ഡോക്ടർമാരാണ് ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി ഉൽപ്പന്നങ്ങൾ സമ്മാനമായിട്ടും വിൽപ്പനയായിട്ടും പ്രചരിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുജീവിതം നമ്മുടെ മാസികയിൽ ജോൺസന്റെ ഉൽപ്പന്നങ്ങളെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. ക്യാൻസറിലേക്ക് ഒരു ശരീരത്തെ അത് എത്തിക്കുന്നതിന് മുമ്പ് നിരവധിയായ രോഗങ്ങളിലേക്ക് തള്ളിയിടുന്നു. അവയ്ക്കെല്ലാം കഴിക്കുന്ന മരുന്നുകളും ഇതിൻ്റെ തകരാറുകളും കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർന്നു കഴിയുമ്പോൾ വലിയ വലിയ രോഗികളാക്കുന്നു, ക്യാൻസർ രോഗികളാക്കുന്നു. ക്യാൻസറിൻ്റെ മരുന്നും അതിനിടയ്ക്ക് ഉണ്ടാകാനിടയുള്ള രോഗങ്ങളുടെ മരുന്നും, ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്താൽ അതിലുണ്ടാകുന്ന വേദനയുടെ മരുന്നും ജോൺസൺ മാർക്കറ്റ് ചെയ്യുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ജോൺസന്റെ ബേബി ഓയില് തേപ്പിച്ച് അവരെ അലർജി രോഗികളാക്കി, അവരെ കഫക്കെട്ടുള്ളവരാക്കി, ആസ്തുമ രോഗികളാക്കി, പനി രോഗികളാക്കി, അതിൻ്റെ മരുന്നുകൾ കൊടുത്ത് അവരെ പ്രമേഹ രോഗികളാക്കി, ആ പ്രമേഹത്തിൻ്റെ മരുന്ന് വിറ്റ് അവരെ കണ്ണ് രോഗികളാക്കി, വൃക്ക രോഗികളാക്കി, കാലിൻ്റെ ഞരമ്പ് രോഗികളാക്കി. ജോൺസനെ പോലുള്ള മരുന്ന് കമ്പനികളും മനുഷ്യ വംശത്തിൻ്റെ മീതെ നടത്തിയ ഒരു നരനായാട്ടുണ്ട്. ജോൺസന്റെ ബേബി ഓയില്
ലിക്വിഡ് പാരഫിനാണ്, മണ്ണെണ്ണയാണ് എന്ന് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. ജനാരോഗ്യ പ്രസ്ഥാനം പ്രവർത്തകരാണ്. നേച്ചർ ലൈഫിന്റെ സുജീവിതം മാസികയിലാണ് ഞങ്ങളത് പ്രസിദ്ധീകരിച്ചത്. കേരളത്തിന്റെ പല മുക്കിലും മൂലകളിലും ജോൺസന്റെ ബേബി ഉൽപ്പന്നങ്ങൾ തീയിലിട്ടുകൊണ്ട് കുട്ടി കൊലയാളി ജോൺസൺ ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കിയിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എറണാകുളം ടൗൺ ഹാളിലിട്ട് ഞങ്ങൾ കത്തിച്ചു. ടൗൺ ഹാളിന്റെ മുന്നിലിട്ട് വലിയൊരാൾക്കൂട്ടമായിരുന്നു. 500 പേരോളം അന്നത്തെ പരിപാടിക്കുണ്ടായിരുന്നു. ഇത് തീയിലിട്ട് ഞങ്ങൾ കത്തിച്ചു. ബോംബെയിൽ അവരുടെ ടാൽക്കം പൗഡർ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രകൃതി ചികിത്സയില് മണ്ണ് പൊത്തുന്നു, ചെളി പൊത്തുന്നു, അയ്യേ വൃത്തികേട്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ ചികിത്സ എന്ന് പറഞ്ഞ് ചെളി പൊത്തുകയോ, വൃത്തികേട്. അപ്പൊ ഈ ടാൽക്കം പൗഡർ എന്താ സാധനം? എന്താ ടാൽക്കം പൗഡർ? പാറപ്പൊടി, ടാൽക്ക്. അതിന് കുഴപ്പമൊന്നുമില്ല. ജോൺസന്റെ ആണെങ്കിൽ പരമശുദ്ധമാണ്. ഈ ടാൽക്കം പൗഡർ ജനനേന്ദ്രിയ ഭാഗത്തിട്ട് ഉപയോഗിച്ചിരുന്ന ഏറ്റവും നല്ലതായിരിക്കുമല്ലോ, ബേബി ടാൽക്കം പൗഡർ അല്ലേ, ബേബി. അതുകൊണ്ട് അതുപയോഗിച്ച ജാക്വിലിൻ ഫോക്സിന് ക്യാൻസറാണ് പിടിച്ചത്. അവരാണ് ആദ്യം ഇത് വിളിച്ചിട്ട് കൊണ്ടുവരുന്നത്. അവര് നഷ്ടപരിഹാരത്തിന് ജോൺസന്റെ പേരിൽ അമേരിക്ക കേസ് കൊടുത്തു. $75 മില്യൺ, $750 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ ജോൺസണോട് കോടതി വിധിച്ചു. അതിനുള്ളിൽ അവർ മരിച്ചു പോയിരുന്നു. പിന്നെ ക്യാൻസർ പിടിച്ചവരുടെ തുരുതുര കേസുകളായിരുന്നു ജോൺസന്റെ പേരിൽ. ബോംബെയിലെ ജോൺസന്റെ കമ്പനി പരിശോധിച്ച ഇന്ത്യയുടെ ആരോഗ്യ ഉദ്യോഗസ്ഥന്മാര് അവരും കണ്ടുപിടിച്ചു ജോൺസന്റെ ഉൽപ്പന്നങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ. മുഴുവൻ കമ്പനി പൂട്ടേണ്ടതായിട്ട് വന്നു. രാജസ്ഥാനിലും കണ്ടുപിടിച്ചു. അല്ലായിരുന്നെങ്കിൽ അവരടുത്തൊരു കൊട്ടേഷൻ കൊടുത്താനേ ഈ കണ്ടുപിടിച്ച കേരളത്തിൽ ബഹളം ഉണ്ടാക്കിയ നമ്മളെ തട്ടാൻ. അതൊക്കെ അവർക്ക് നിസ്സാരമായ കാര്യമാണ്. ഇതിന്റെ പിന്നിലൊരു കച്ചവട സംഘമുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ഫണ്ടാണ് ഈ രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അവരുണ്ടാക്കുന്ന വരുമാനം, ഓരോ മരുന്ന് കമ്പനിയുടെയും വരുമാനം 100 കോടികളല്ല, 100 കോടികളല്ല, ആയിരങ്ങളുടെ കോടികൾ വരുന്ന കോടികളാണ്. അതുകൊണ്ട് ഭരണകൂടങ്ങൾ അവരോടൊപ്പമാണ്. എല്ലാ വ്യാവസായിക സംഘടനകളും, പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ അവരെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കില്ല. കാരണം പ്രകൃതി ചികിത്സയെ പ്രൊമോട്ട് ചെയ്തിട്ട് എന്നാ കിട്ടാനാണ്? എന്ത് കിട്ടും? ഒരു കമ്പനി പോലും പ്രകൃതി ചികിത്സയ്ക്ക് ലോകത്തില്ല. കേരളത്തിലെ എല്ലാ പ്രകൃതി ചികിത്സാലയങ്ങളും കൂടെ തീപ്പെട്ടിക്കൂട് പോലെ എടുത്തു വെച്ചാൽ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ മൂലയ്ക്കൊതുങ്ങാനുള്ളതില്ല. കിംസിന്റെ, മിംസിന്റെ പറയാൻ വേണ്ടല്ലോ. അതിന്റെ ഒരു നിലയിൽ കൊള്ളാനുള്ളത് പോലും പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിലില്ല. അപ്പോ രോഗത്തെ കൊണ്ട് ലാഭമുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളിടത്താണ് പ്രകൃതി ചികിത്സയെ സകലരും, കുത്തക താല്പര്യമുള്ള, സ്ഥാപിത താല്പര്യമുള്ള സകലർക്കും എതിർപ്പാണ്. അവരെല്ലാം എതിർക്കുന്നതുകൊണ്ട് സാധാരണക്കാരും എതിർക്കും. ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇത് തെറ്റാണെന്ന് പറയുന്നു. ഭയങ്കര വലിയ ഡോക്ടർമാർ, ചില ആളുകളുണ്ട്, ഒരു പ്രകൃതി ചികിത്സ, ഞാൻ പ്രകൃതി ചികിത്സ ചെയ്തോട്ടെ എന്ന് ഡോക്ടറോടൊന്ന് പോയി ചോദിക്കും. ഡോക്ടറെ, നല്ലതാണ് പ്രകൃതി ചികിത്സ, എൻ്റെ ഈ ആമവാദത്തിന് പ്രകൃതി ചികിത്സ ചെയ്താൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ പ്രഷർ പ്രകൃതി ചികിത്സ കുറയുമെന്ന് ഒരാൾ വന്ന് പറഞ്ഞു. ആരെങ്കിലുമൊക്കെ പറയണത് കേട്ട്, വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറയണത് കേട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. നിങ്ങൾ ഈ മരുന്നൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ തൽക്കാലം സുഖം കിട്ടും, പിന്നെ നിങ്ങൾ വലിയ അപകടത്തിലാകും. പേടിപ്പിച്ച് ഇത്രയും വലിയ ഡോക്ടർ പറയുമ്പോൾ പിന്നെ സാധാരണക്കാർ
പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ആരോഗ്യമന്ത്രിയൊക്കെ എന്താ വായെടുത്താ വാ തുറന്നാൽ എന്താ പറയുക? ആ വാക്സിൻ എടുക്കണം, ഈ മരുന്ന് കഴിക്കണം. സ്കൂളിലെ ടീച്ചർമാരെന്താ പറയണേ? കുട്ടികളെല്ലാം അയൺ ഗുളിക കഴിക്കണം, വിരമരുന്ന് കഴിക്കണം. ആരെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? അവരെല്ലാം പ്രകൃതി ചികിത്സക്കെതിരാണ്, അറിഞ്ഞും അറിയാതെയും. നല്ലൊരു ശതമാനം ടീച്ചർമാരും പുരോഹിതന്മാരും രാഷ്ട്രീയ നേതാക്കളും അറിയാതെയാണ്. ഇങ്ങനെയാണൊരു ധാരണ, സോഷ്യലായിട്ടുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ധാരണയാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ അലോപ്പതിയാണ്, അവിടെയാണ് വികസനവും പുരോഗമനവും ശാസ്ത്രവും ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ കുതന്ത്രങ്ങളാണ്, മുട്ടായുക്തികളൊക്കെയാണെന്നുള്ളൊരു തോന്നല് മാധ്യമങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. കാരണം ഇതാണ്. കാരണം പ്രകൃതി ചികിത്സയ്ക്ക് കച്ചവട മൂല്യമില്ല. ലോകത്തൊരു കമ്പനിയുമില്ല, ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറും ഇല്ല, ഒരു ഉൽപ്പന്നം പോലും വിൽക്കാനില്ലാത്ത പ്രകൃതി ചികിത്സയെ ആര് പ്രൊമോട്ട് ചെയ്യും? ആര് കൊണ്ടു നടക്കും?